സകല അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും അവിടുന്ന് ഞങ്ങളെ സുരക്ഷിതമായി വഴി നടത്തി ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് ഞങ്ങളെ സഹായിച്ചു. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന നന്മകളൊക്കെ നിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നും അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 60 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവെ, ഞങ്ങൾ ഈ പ്രദേശത്ത് ആരംഭിച്ച ഞങ്ങളുടെ വിശ്വാസയാത്ര ഏറ്റവും അർത്ഥവത്തായി ഈ നിലയിൽ എത്തിച്ചേരുവാൻ ഇടയാക്കിയതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച നന്മകൾക്കായിട്ടൊക്കെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ മണ്ണിൽ ആദ്യമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും അതിൻ്റെ വജ്രജൂബിലി ആഘോഷിപ്പാൻ ഇടയാകുന്നോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകിയ ഞങ്ങളുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ തന്നെ നീ ഞങ്ങളുടെ ഇടയിലേക്ക് നയിച്ചതോർത്തും സ്തോത്രം ചെയ്യുന്നു. അഭിവന്ദ തിരുമേനിക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യത്തിനായിട്ടും ബലത്തിനായിട്ടും ഒക്കെ സ്തോത്രം. 95 വർഷക്കാലം ഈ ഭൂമിയിൽ കർത്താവെ നിന്നെ സ്തുതിച്ചുകൊണ്ട് നിൽപ്പാൻ ഇടയാക്കിയതോർത്ത് സ്തോത്രം. തുടർന്നും ആവശ്യമായ ആരോഗ്യവും ബലവും ഒക്കെ കൊടുത്ത് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സക്രിയാസ് തിരുമേനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കൊടുത്തിരിക്കുന്ന വലിയ കഴിവുകൾക്കായിട്ട് സ്തോത്രം. അവിടുത്തെ കരങ്ങളിൽ വഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മാർത്തോമാ സഭയുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ സഭ കർത്താവെ സാക്ഷ്യമുള്ള സഭയായി ഈ മണ്ണിൽ വളരുവാൻ തക്കൊണ്ടെന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രവാസികളായിരിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് സമീപസ്ഥനായി കൂടെ ഇരിക്കുന്നോർത്തും സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഈ വജ്രജൂബിലി ആഘോഷ സമ്മേളനത്തിൽ അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ അധ്യക്ഷനായിരുന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ റൈറ്റ് റവറൻ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫർഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി അഭിവന്യ പിതാവ് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, വൈദിക ശ്രേഷ്ഠരെ, അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, മിസ്റ്റർ ഇമ്മാനുവേൽ ജേക്കബ്, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശുദ്ധ തോമാ ശ്ലീഹായുടെ ദൗത്യത്തിന് മുമ്പിൽ ആത്മാർപ്പണം ചെയ്തതിൻ്റെ പരിണിത ഫലമായി ഉടലെടുത്ത കേരളത്തിലെ ക്രൈസ്തവ സഭ, അതിൻ്റെ ഭാഗമായ മാർത്തോമാ സഭ ഏബ്രഹാം മൽപ്പാൻ കത്തിച്ചു കൊടുത്ത നവീകരണത്തിൻ്റെ ദീപശിഖയേന്തി പടർന്ന് പന്തലിച്ച് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള അനേക വിശ്വാസികൾക്ക് ആത്മീക പാരമ്പര്യവും പൈതൃകവും നൽകുന്ന ഒരു സഭയായി നിലനിൽക്കുകയാണല്ലോ. നമുക്കറിയാം, പിറന്നു വീണ മണ്ണിൽ പിറന്ന നാൾ തൊട്ട് ഒരു മർത്തോമാക്കാരന് അവൻ്റെ മാതാപിതാക്കൾ ഓതിക്കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട്: ദൈവവിശ്വാസവും സഭാസ്നേഹവും. ആ സഭാസ്നേഹം ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ ഏറ്റുവാങ്ങി 1940കളിലും 50കളിലും കുവൈറ്റിൽ എത്തിച്ചേർന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് സർവേശ്വരൻ ദാനമായി കൊടുത്ത ഒരു ദിവസമായിരുന്നു 1952 ഏപ്രിൽ 4. അന്ന് കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്ന റവറൻ ഫിലിപ്പ് ഉമ്മൻ, അഥവാ ഇന്ന് ഇവിടെ സന്നിഹിതനായിരിക്കുന്ന അഭിവന്യ പിതാവ് ഡോക്ടർ ഫിലിപ്പോസ് മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്തായുടെ പുണ്യകരങ്ങളാൽ മാർത്തോമാ സഭയുടെ തക്സ ഉപയോഗിച്ച് അഹമ്മദി ആംഗ്ലിക്കൻ ചർച്ചിൽ വെച്ച് ആദ്യത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. പരിപാവനമായ ആ തുടക്കമാണ് കുവൈറ്റിലെ മാർത്തോമാ സഭ വിശ്വാസ സമൂഹത്തിൻ്റെ വളർച്ചയെയും നിലനിൽപ്പിനെയും സഹായിച്ചത് എന്നതിന് യാതൊരു സംശയവുമില്ല. 60 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് 2012 10,000-കണക്കിന് അംഗങ്ങളുള്ള വിശ്വാസ സമൂഹമായി വളരുവാൻ സഹായിച്ച സർവേശ്വരന് നന്ദി കരേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. അറേബ്യൻ ഗൾഫിൻ്റെ പവിഴം അഥവാ പേൾ ഓഫ് അറേബ്യൻ ഗൾഫ് എന്നറിയപ്പെടുന്ന കുവൈറ്റിൻ്റെ മണ്ണിൽ മാർത്തോമാ സഭയുടെ ഓർഡർ ഓഫ് വേർഷിപ്പ് അനുസരിച്ച് നടത്തിയ വിശുദ്ധ കുർബാന അർപ്പണത്തിൻ്റെ വജ്രജൂബിലി
ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അഭിവന്യ റൈറ്റ് റവറൻ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്തയ്ക്കാണ്. തിരുമേനിയെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായി നമുക്ക് ലഭിച്ചത് വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. കാരണം ഇന്ത്യക്ക് വെളിയിലുള്ള അനേക ഇടവകളിൽ പട്ടക്കാരനായിട്ടും ഇന്ത്യക്ക് വെളിയിലുള്ള ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ അനേക നാളുകൾ അതിൻ്റെ ചുമതല വഹിക്കുവാനും ബഹുമാനപ്പെട്ട തിരുമേനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ വളർച്ചയിൽ വളരെയധികം തൽപരനും വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അഭിവന്യ തിരുമേനി. ആ തിരുമേനിയെ നമുക്ക് ഇന്ന് അധ്യക്ഷനായിട്ട് കിട്ടിയതിൽ സന്തോഷമുണ്ട്. തിരുമേനി ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്ന ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ചുമതലകൾ മാത്രമല്ല, സഫ്രഗൻ മെത്രാപ്പൊലീത്ത എന്ന നിലയിലുള്ള ചുമതലകൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊന്നും വകവെക്കാതെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ അഭിവന്യ തിരുമേനി എത്തിച്ചേർന്നു. വിശുദ്ധ കുർബാനയ്ക്ക് സഹകാർമ്മിത്വം വഹിച്ചു. ഈ മീറ്റിങ്ങിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നു. അഭിവന്യ തിരുമേനിയെ എല്ലാവിധ ആദരവുകളും കൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായി സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന് നമ്മളെ ധന്യരാക്കിയിരിക്കുന്ന മാർത്തോമാക്കാർക്കെന്നല്ല, മലയാളിക്കെന്നല്ല, മാനവരാശിക്ക് തന്നെ വരദാനമായി സർവേശ്വരൻ നൽകിയിരിക്കുന്ന നിതാന്ത വന്യ ദിവ്യ മഹിമശ്രീ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്തയാണ്. ഏതാണ്ട് 60 വർഷം മുമ്പ് കുവൈറ്റിൻ്റെ മണ്ണിൽ മാർത്തോമ തക്സ ഉപയോഗിച്ച് മലയാളത്തിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച റവറൻ ഫിലിപ്പ് ഉമ്മൻ തന്നെ ഇന്ന് ഈ വജ്ര ജൂബിലി ആഘോഷവേളയിൽ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാൻ മാർത്തോമ സഭയുടെ വലിയ മെത്രാപ്പൊലീത്തയായി ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുന്നത് കുവൈറ്റിലെ മാർത്തോമാക്കാർക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു അസുലഭ മുഹൂർത്തമായി ഞാൻ കാണുന്നു. അഭിവന്യ തിരുമേനിയെക്കുറിച്ച് പറയുമ്പോൾ അചഞ്ചലമായ ദൈവവിശ്വാസം, അപാരമായ ആത്മധൈര്യം, എല്ലാ മതങ്ങളിലെയും നന്മ കാണുവാനുള്ള ബൗദ്ധിക ഔന്നത്യം, മാത്രമല്ല ഏദൻ തോട്ടത്തിലെ സാറ്റുകളി മുതൽ വളരെയധികം വിഷയങ്ങൾ വളരെ സരസമായി അവതരിപ്പിച്ച് ശ്രോതാക്കളുടെ മനസ്സിൽ ചിന്തയുടെയും ചിരിയുടെയും മാലപ്പടക്കത്തിന് തിരികൊളുത്തുന്ന ആഗോള പ്രസിദ്ധമായ നർമ്മബോധം, അതിലുമുപരി അഗതികളുടെയും അനാഥരുടെയും ആവശ്യങ്ങൾക്ക് മുമ്പിൽ, അവരുടെ കണ്ണുനീരിന് മുമ്പിൽ അലിയുന്ന ഒരു ഹൃദയവും അതിനോട് പ്രായോഗികമായി പ്രതികരിക്കുന്നതിനുള്ള മനസ്സും അഭിവന്യ തിരുമേനിക്കുണ്ട് എന്നതിൻ്റെ തെളിവാണല്ലോ. ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാകും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 2004 കേരളം ആഡംബരത്തിൻ്റെയും ധൂർത്തിൻ്റെയും അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഓണം ആഘോഷിച്ചപ്പോൾ അന്ന് അഭിവന്യ തിരുമേനി മാർത്തോമ മെത്രാപ്പൊലീത്തായിരുന്ന അവസരത്തിൽ തിരുവല്ലായിലെ തെരുവീഥികളിലേക്ക് ഇറങ്ങി തെരുവീഥികളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആലംബഹീനരും വസ്ത്രമില്ലാത്തവരുമായ ഒരു കൂട്ടം കുട്ടികളെ വിളിച്ചുകൊണ്ട് തിരുവല്ലായിലെ ജൗളി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറി ചെന്നിട്ട് നിങ്ങളിവർക്ക് വസ്ത്രം കൊടുപ്പീൻ, നിങ്ങളിവർക്ക് ധരിപ്പാൻ വസ്ത്രം കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചപ്പോൾ തിരുവല്ലായല്ല മനുഷ്യ മനസ്സാക്ഷിയെ പ്രകമ്പനം കൊള്ളിപ്പിച്ച ശബ്ദം 2000 വർഷം മുമ്പ് യെരുശലേം തെരുവീഥികളിൽ മുഴങ്ങിക്കേട്ട നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ, ഉള്ളവനില്ലാത്തവന് കൊടുക്കട്ടെ എന്ന ക്രിസ്തുദേവൻ്റെ ശബ്ദത്തിന് തുല്യമായ പ്രവാചക ശബ്ദമായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യത്വത്തിൻ്റെയും സാമൂഹിക പ്രതിബദ്ധതയുടെയും പ്രവാചകനായി നിലകൊള്ളുന്ന നാനാജാതി മതസ്ഥരും ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഭിവന്യ തിരുമേനിയെ തന്നെ നമുക്ക് ഇവിടെ വിശിഷ്ടാതിഥിയായി ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതൊരു ദൈവകൃപയാണ്, മഹാഭാഗ്യമാണ് എന്ന് ഞങ്ങൾ കരുതുകയാണ്. വന്യ പിതാവിന് ആയുരാരോഗ്യങ്ങളുടെ 1000 പൂച്ചെണ്ടുകൾ നേരുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വളരെയധികം വിനയത്തോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ മാർത്തോമ ഇടവകയിലെയും സഹോദര ഇടവകകളിലെയും അഭിവന്യ പട്ടക്കാർക്കാണ്. നമ്മുടെ വൈദിക ശ്രേഷ്ഠരെ,
ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ, മാർത്തോമാ സഭ അൽമായ ട്രസ്റ്റി കൂടിയാണ് അദ്ദേഹം. മാർത്തോമാ സഭയിലെ പ്രസിദ്ധരായ പട്ടക്കാരിൽ ഒരാളായിരുന്ന റവറൻ പി ഡി മാമനച്ചൻ്റെ മകൻ, കേരളത്തിലെ പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ്, മാർത്തോമാ സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അൽമായ ട്രസ്റ്റി. അദ്ദേഹം ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നു. അദ്ദേഹത്തെ വളരെ ഹാർദവമായി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി മിസ്റ്റർ ഇമ്മാനുവേൽ ജേക്കബ്. അദ്ദേഹം നിരണം മാരാമൺ ഭദ്രാസന കൗൺസിൽ അംഗമാണ്, മുൻ കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്. മാത്രമല്ല, നമ്മുടെ ഈ മീറ്റിങ്ങിന് അഭിവന്യ വലിയ മെത്രാപ്പോലീത്തായുടെ യാത്ര സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ, സ്കെഡ്യൂളുകൾ നമുക്കും തിരുമേനിക്കും ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഞങ്ങളെ സഹായിച്ച വ്യക്തിയാണ്. പ്രിയപ്പെട്ട ഇമ്മാനുവേൽ ജേക്കബിനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന സഭാ കൗൺസിൽ മെമ്പേഴ്സ് മിസ്റ്റർ റോയ് വർഗീസ്, മിസ്റ്റർ സന്തോഷം വർഗീസ്, മിസ്റ്റർ ജോയ് ജോൺ എന്നിവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായി മിസ്റ്റർ പാൻസ്ലി വർക്കി, UAE എക്സ്ചേഞ്ച് കൺട്രി മാനേജർ, അദ്ദേഹത്തെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വികാരി ജനറൽ റവറൻ KO ഫിലിപ്പോസ് അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മിസ്റ്റർ KP കോശി എത്തിച്ചേർന്നിട്ടില്ല, അദ്ദേഹത്തെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓർത്തഡോക്സ് സഭ, മറ്റ് സഭകൾ, സഹോദരി സഭകളിലെ അംഗങ്ങൾ, മാർത്തോമാ സഭയുടെ പല ഇടവകകളിലുള്ള അംഗങ്ങൾ, നിങ്ങൾ സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, യോഗാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ സക്രിയാസ് മാർ തൈഫുലുസ് സബറൻ മെത്രാപ്പൊലീത്ത തിരുമേനി, സ്റ്റേജിൽ സന്നിധരായിരിക്കുന്ന വികാരി ജനറൽ, മറ്റ് വൈദികരെ, വിശിഷ്ടാതിഥികളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം ഇവിടെ വിശുദ്ധ കുർബാന അനുഷ്ഠിച്ച ശേഷം ഈ പൊതുസമ്മേളനം ഇപ്രകാരം നടത്തുവാൻ ദൈവം കൃപ ചെയ്തു. അതിനാദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്, ഇന്ന് ഈ മീറ്റിങ്ങിൻ്റെ മൂല കാരണം അഭിവന്യ ഫിലിപ്പോസ് മാർ ക്രിസ്തോസം വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. 1953 ചെറിയൊരു ഗ്രൂപ്പിൽ മലയാളത്തിൽ കുർബാന അനുഷ്ഠിച്ചതിൻ്റെ 60 വർഷം പിന്നിടുക. ഈ കുവൈറ്റിൽ മാർത്തോമാ സഭ ആരംഭിച്ചിട്ട് 49-50 വർഷത്തിൻ്റെ ജൂബിലിയുടെ വർഷം കൂടിയാണ് ഈ വർഷം. എന്തുകൊണ്ട് നോക്കിയാലും സഭയെ ചിതറിക്കണമെന്ന് പ്രാർത്ഥിച്ച പിതാക്കന്മാരുടെ പ്രാർത്ഥന ജീവിതത്തിൽ നമുക്കൊക്കെ അന്വർത്ഥമായി തീർന്നു. ഇന്ത്യയിൽ നിന്നും ജോലിക്ക് വേണ്ടി ഇവിടെ വരികയും ചെറിയ ഗ്രൂപ്പായി പ്രാർത്ഥന ആരംഭിച്ച് അവർക്ക് സഭയായി ചെയ്ത ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുവാൻ തക്കവണ്ണം അഭിവന്യ ക്രിസ്തോസം തിരുമേനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കുവൈറ്റിൽ രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്ന മാർത്തോമാ സഭാ വിശ്വാസികളുണ്ട്. അതാണ് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ 60 വർഷം നമ്മൾ പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യം, അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ 95ാം ജന്മദിനം കൂടി ആഘോഷിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു മാനുഷിക മുഖത്തോടുകൂടി മനുഷ്യനെ സ്നേഹിക്കുവാനും മനുഷ്യനെ കരുതുവാനും മനുഷ്യൻ്റെ നന്മ കണ്ടെത്തി ആശ്ലേഷിക്കുവാനുള്ള അവസരമായിട്ട് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സന്ദർഭമാക്കി ഇതിനെ കാണണം. 2, ഈ ദിവസത്തിൽ
വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാമെന്ന് നമ്മുടെ അഭിമന്യ സക്രിയാസ് മാർ തെയോഫിലോസ് സഫർ മെത്രാപ്പൊലീത്ത തിരുമേനിയോട് സമ്മതിച്ചു. അതും തികച്ചും അനുഗ്രഹമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. തിരുമേനി നമ്മുടെ കുവൈറ്റ് രാജ്യത്ത് കടന്നു വരുവാനും തിരുമേനിയുടെ ഭദ്രാസനത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുമേനി അത് പറയും. എത്രമാത്രം ശക്തമായി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വ്യക്തിപരമായി തിരുമേനി 1980 അടൂർ ഭദ്രാസനത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യവും പദവിയും ലഭിച്ചു. തിരുമേനിയുടെ ആശയം അതുതന്നെയാണ്. മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യത്വത്തിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ച് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ തിരുമേനിക്ക് കൊടുത്തിരിക്കുന്ന ദീർഘവീക്ഷണം, എല്ലാവരെയും സ്നേഹിപ്പാനുള്ള കഴിവ്, അതോടൊപ്പം ലോകം എമ്പാടുമുള്ള ക്രൈസ്തവ സഭയുടെ എക്യുമെനിക്കൽ വക്താവ്, നല്ല ഒരു പഠിതാവ്, നല്ലൊരു തിയോളജിയൻ, നല്ലൊരു അധ്യാപകൻ, നല്ല രീതിയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അഭിമന്യ സക്രിയാസ് തിരുമേനി ഈ മീറ്റിങ്ങിൽ ആയിരിക്കുന്നത് ഏറ്റവും സന്തോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഈ മീറ്റിംഗ് ഇന്ന് അനുഗ്രഹമായി തീരും. രണ്ടാമത് 3 കാര്യമാണ് ഇവിടെ നടത്തുന്നത്. ഒന്ന്, ഇപ്പോൾ പറഞ്ഞ ഈ സമ്മേളനം. 2, തിരുമേനിയുടെ 95-ാം ജന്മദിനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതായ മീറ്റിംഗ്. 3, ഈ സെൻറ്ററിൽ നിന്നും യാത്രയായി പോകുന്ന ബഹുമാനപ്പെട്ട വർഗീസ് തോമസ് അച്ഛനും ജെൽ എബ്രാഹിംസിനും യാത്രാമംഗൾ നേരുന്നതായ സന്ദർഭം കൂടിയാണ്. അവിടെ ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും താലന്തും അനുസരിച്ച് ആവശ്യത്തിലിരിക്കുന്ന സഭാ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിപ്പാൻ ഇടയാകണം. അതിനുവേണ്ടി ഒരുങ്ങണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അഭിമന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയും നമ്മുടെ സഫറൻ തിരുമേനിയും ഒഴിച്ച് ഈ തിരുമേനിമാരെ നമ്മൾ പ്രത്യേകം ക്ഷണിച്ചതാ. അവരുടെ വചനവും അവരുടെ പ്രസംഗവും നാം കേൾക്കുവാനാണ് ആകാംക്ഷയോടെ ഇരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവർ, എന്നോട് പ്രോഗ്രാം കൺവീനർ പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റിൽ കൂടുതലായി എടുക്കരുത് എന്ന് വളരെ സ്നേഹത്തോടെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നമുക്കെല്ലാം കാര്യം ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന എല്ലാ സമ്പൽ സമൃദ്ധിയും എല്ലാം കൊണ്ടും കഴിവുള്ള മകൾ വ്യക്തികളാണ്. അതുകൊണ്ട് തിരുമേനിമാരുടെ പ്രസംഗം നമുക്ക് കേൾക്കണം. മറ്റുള്ളവരെല്ലാം 2 മിനിറ്റിൽ കൂടുതലായിട്ട് എടുക്കരുതെന്ന് സ്നേഹത്തോട് ഓർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നമുക്ക് തന്നെ ഈ മീറ്റിങ്ങിൽ സമർപ്പിക്കപ്പെട്ട് നമ്മുടെ മുമ്പുള്ള വർഷങ്ങൾ ഭംഗിയായി പ്രവർത്തിപ്പാൻ ഇവരിന് ലഭിച്ച നല്ല പൈതൃകം, നല്ല നേതൃത്വം, നല്ല നിർദ്ദേശം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛൻ. അഭിമന്യ സക്രിയാസ് മാർ തെയോഫിലോസ് സഫഗ്രൻ മെത്രാപ്പൊലീത്ത തിരുമേനി ഒരു മാതൃക അധ്യാപകൻ, ചിന്തകൻ, വാഗ്മി, നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ്, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ അംഗം തുടങ്ങി നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അഭിമന്യ തിരുമേനി മാർത്തോമ സഭയുടെ ഒരു മുതൽക്കൂട്ടാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി അഭിമന്യ തിരുമേനിയെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. അഭിമന്യ വലിയ തിരുമേനി, ഈ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാർ, മറ്റേ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന മഹാന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇടവജനങ്ങളെ, അതിഥികളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെയേറെ സന്തോഷത്തോടു കൂടിയാകുന്നു ഞാൻ ഇവിടെ നിൽക്കുന്നത്. വലിയ തിരുമേനിയുടെ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഞങ്ങൾ 2 പേരും ഡയബറ്റീസുകാരാണ്. പക്ഷേ ഇതുപോലെയുള്ള വലിയ കേക്കൊക്കെ കിട്ടുകയും ചെയ്യും, തിന്നുകയും ചെയ്യും. അതിനൊന്നും ഒരു മടിയൊന്നുമില്ല. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനൊരു ഓവർസീസ് ജേർണി 5 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തത്. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ സാറിന് നോ പറയുകയും ചെയ്തു. എന്നാൽ ഈ പ്രാവശ്യം എന്നെ ക്ഷണിച്ചത് ഒന്ന്, എനിക്ക് പണ്ട് പരിചയമുള്ള 3-4 ചെറുപ്പക്കാരാണ്. അവരെല്ലാം പണ്ട് UNSC ഉണ്ടായിരുന്നു, ഇപ്പോഴവരെല്ലാം നേതൃത്വത്തിലാണ് ഇവിടെ. മറ്റൊന്ന് എന്നോട് പറഞ്ഞു,
വലിയ തിരുമേനി വരുന്നുണ്ട്, തിരുമേനി ചിലപ്പോൾ കുർബാന ചൊല്ലുകില്ല, അങ്ങനെയാണേൽ ഞാനൊന്ന് കുർബാന ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ തിരുമേനി വന്ന് ചുമ്മാതെ ഇവിടെ ഇരുന്ന് കുർബാന ചൊല്ലുന്നത് നിങ്ങളുടെ താല്പര്യമാണ്, ശരി വരാമെന്ന് പറഞ്ഞു. നല്ല എയർപോർട്ടിൽ വന്ന് ഇറക്കിയപ്പോൾ പറഞ്ഞു ഇന്നലെ വലിയ തിരുമേനിയാണ് കുർബാന ചൊല്ലിയത്, യാതൊരു പ്രയാസമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോയാൽ കൊള്ളാമെന്ന് തോന്നി. തിരുമേനിക്ക് ദൈവം നൽകിയ ആ വലിയ ആരോഗ്യം, ആ വലിയ കൃപ, അതെല്ലാം സഭയും മുമ്പേ പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുക ചെയ്യും. 5 ദിവസം കൂടെ കഴിയുമ്പോൾ തിരുവല്ലയിൽ വലിയൊരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ കീരിയും പാമ്പും പോലെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതാണ്ട് ചിലപ്പോൾ വീഴത്തില്ലാന്നും കണ്ടിരിക്കുന്ന മന്ത്രിസഭയെ അരക്കിട്ടുറപ്പിക്കാനായിട്ട് ആ സമ്മേളനം സാധ്യമായി തീർന്നേക്കാം. പിണറായി വിജയനുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, അവരെല്ലാം കൂടെ വരുമ്പോൾ തിരുമേനിക്ക് പറയാനുള്ളത് ഈ നല്ല മധുരത്തിൽ പൊതിഞ്ഞ, അകത്തേത് ഞാൻ പറയുന്നില്ല, തിരുമേനി അത് വേണ്ട രീതിയിൽ കൊടുത്തുകൊള്ളും, അവർക്കൊക്കെ കൊള്ളത്തക്കവണ്ണം. അത് നമ്മുടെ രാഷ്ട്രീയ വളർച്ചയെ, നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഗതികേടിനെ മാറ്റിയെടുക്കുന്നതിന് സഹായകരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിങ്ങനെ ഈ 3 ഒരു വെടിക്ക് 2 പക്ഷിയെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഇതിങ്ങനെ 3 കാര്യങ്ങൾ ഇവിടെ ക്രമീകരിച്ചത് വളരെ സന്തോഷമായിട്ടുണ്ട്. നിങ്ങളുടെ ആരംഭത്തെ ഓർക്കുക, റിമെമ്പർ ദ പാസ്റ്റ്. പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒന്നാണ്, വേദോത്സവത്തിൽ പലപ്പോഴും പറയുന്നുണ്ട് റിമെമ്പർ, ഓർക്കുക. അബ്രഹാം പ്രത്യേകിച്ച് എൻ്റെ പൂർവ്വപിതാവ് ഒരു അരാമ്യനായിരുന്നു എന്ന് പറഞ്ഞ് ഈ ഇസ്രയേൽ ജനത അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. റിമെമ്പറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ വലിയൊരു പ്രശ്നം അൾസൈമേഴ്സ് ഡിസീസാണല്ലോ, മറവി രോഗം എന്ന് പറയുന്നത്. ബ്ലേസി ഉണ്ടാക്കിയൊരു നല്ല ചിത്രമുണ്ട്, തന്മാത്ര എന്ന് പറയും. അതിനുള്ളിൽ മറവി വരുത്തുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ഓർമ്മകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ മണ്ണിൽ, കുവൈറ്റിലെ മണ്ണിൽ കാലുകുത്തിയത് ഞാൻ ഓർക്കുന്നു. 72-ലാണ് ഞാൻ വന്നത്. അന്ന് AC കുര്യനച്ഛൻ ഇവിടെയുണ്ട്. അന്ന് ഞാൻ അഹമ്മദിൽ അന്നൊരു ചെറിയ ആൾക്കൂട്ടമുണ്ട്, അവിടെയും മറ്റ് കുവൈറ്റ് സിറ്റിയിലുമാണ് സമ്മാനിച്ചിട്ട്. പട്ടക്കാരനായിരിക്കും, ഉപരിപഠനത്തിന് അമേരിക്കയ്ക്ക് പോകുമ്പോഴാണ്.